ഈ വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ മാസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക, അത് ഭാഗം ഇഷ്ടപ്പെട്ട ഏരിയ. കോയമ്പത്തൂരുള്ള ഏരിയക്ക് പിന്നെ ആ ബൈക്കിലെ ഡീറ്റെയിൽസ് മൊത്തം പറയില്ലേ ഒരാള്, അടിപൊളിയായിട്ടോ. ലോട്ടറി കോയമ്പത്തൂരിലെ ആൾക്ക് ശരിക്കും ചെവി കേൾക്കാത്ത ആളാ. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി നല്ല പെർഫോമറാ പുള്ളി. അത് ഇത് ലോക്കലായിട്ടുള്ള ആളുകൾ അവരെ കൊണ്ട് ഒരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗ് പറയിപ്പിക്കാം. അപ്പൊ ഒരു ഇതുണ്ടാവും, ഒരു മാസ് അപ്പീൽ ഉണ്ടാവും. അതൊരു ഇതാണോ, ഹാക്കാണോ? അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അല്ല, അങ്ങനെ മാസം ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പറഞ്ഞ എനിക്ക് കോൺട്രാസ്റ്റിനോടുള്ള ഒരു താല്പര്യം എന്റെ പുറത്ത് വരുന്നതായിരിക്കും അത്. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വർത്താനം വരാത്ത കാഴ്ചയിൽ ഇങ്ങനെ ഒരു വർത്താനം വരാത്ത ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു വർത്താനം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺട്രാസ്റ്റിങ് അപ്പീൽ. പണ്ടത്തെ ഒരു കോമഡി സീക്വൻസ് ഒക്കെ ഇല്ലേ, ജയറാമേട്ടനെ ഏതുകൊണ്ട് ഒരു കോമ്പൗണ്ടിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യം സൈസുള്ള ഒരാൾ കുറേ ഓടിച്ചിട്ട് പിടി വരുന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടാകുന്നൊരു ആ കോൺട്രാസ്റ്റ് അറ്റൻഷൻ നന്നായിട്ട് ഡ്രൂ ചെയ്യും. അതിലൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. ഈ 10 ദിവസം കൊണ്ട് എഴുതാന്ന് പറയുമ്പോഴേ, ഇപ്പോൾ രാവിലെ 10 മണിക്ക് എഴുതിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വന്നിട്ട് ഒരു 1 മണി തൊട്ടിട്ട് 5 മണി വരെ എഴുതിയിട്ട് പിന്നെ അത് അവസാനിപ്പിക്കുക, അങ്ങനെയാണോ? അങ്ങനെയായിരുന്നു കിഷ്കിന്ധയില്. ഇതില് പക്ഷെ അങ്ങനെ സമയം 10 മണിക്ക് തന്നെ ഏകദേശം ആ സമയത്ത് തുടങ്ങുക. വൈകുന്നേരത്തെ പിന്നെ ആ ദിവസത്തെ സ്റ്റോക്ക് തീരുന്നവരെയായിരുന്നു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഇന്നലെ ഒന്നും കിട്ടൂല, തീർന്നു, ഇനി രാവിലത്തേക്ക് നോക്കാമെന്ന് പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ നിർത്തും. അത് ഇൻവേരിയബിളാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ടൈം ബോണ്ടായിരുന്നു. കിഷ്കിന്ധ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാനായിട്ട് വെറുതെ ടൈം പാസിന് എഴുതുന്നതാണ്. ഇത് എഴുതി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രം ആരെങ്കിലും കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ആരും അറിയില്ല എന്നോട് കൂടി മണ്ണിലലിയുന്ന. അപ്പം അത് പ്രശ്നമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാർ ഓൾറെഡി അഹമ്മദ് ഖാനെ സീസൺ 2 പറയാൻ വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. അഹമ്മദ് ഖാൻ എന്നെ വിളിച്ചിട്ട് കൊട്ടേഷൻ ഏൽപ്പിക്കണം. അപ്പോൾ അഹമ്മദ് ഖാൻ എന്നെ 2023 കിഷ്കിന്ധയുടെ ഷൂട്ട് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മന്ത് 2023 സെപ്റ്റംബറിലാണ് അഹമ്മദ് ഖാനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒക്ടോബറിൽ അഹമ്മദ് ഖാക്ക് ഹോട്ട്സ്റ്റാർ ഡേറ്റ് കൊടുത്തിരിക്കുക ഐഡിയ പിച്ച് ചെയ്യുക. ഐഡിയ പിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഗ്രീൻലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിന് പിന്നെ 3-4 മന്ത്സ് അവർ തരും. അങ്ങനെയാണ് അവരൊരു വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ. അപ്പോൾ അഹമ്മദ് ഖാൻ എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, എടാ 1 മാസം ഉണ്ട്, അടുത്ത മാസം ഇത്രാം തീയതിയാണ് പോയിട്ട് പിച്ച് ചെയ്യേണ്ടത്, അപ്പോൾ 1 മാസം ഉണ്ട്, ഇതിനിടയിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെയാണ് എൻ്റെ പ്രശ്നവും പരിമിതി. എനിക്ക് അങ്ങനെ ഐഡിയ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, ചിന്തിച്ച് കഥ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇത് എഴുതി നോക്കിയാലേ ഇത് എന്തെങ്കിലും ആവുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ എഴുതി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർത്തിയാകുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയുള്ളൂ. അപ്പോൾ അവിടെയായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അഹമ്മദ് ഖാൻ്റെ അടുത്ത് ഇത് പറയാം, എടാ നീ പ്രഷർ അടിക്കണ്ട, നീ ഐഡിയ മാത്രം ഉണ്ടാക്കി. ഞങ്ങൾ അണ്ണാ അതെൻ്റെ പ്രശ്നം, എനിക്ക് അങ്ങനെ ഐഡിയ ഉണ്ടാവില്ല, എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി ഒളിവിപ്പോയി. അങ്ങനെ വൺ ലൈൻ ആയിട്ടൊന്നും വരില്ല അല്ലേ? ഇല്ല. ഫുള്ള് എഴുതിയ പരിപാടി. അപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ ഇതുള്ളതുകൊണ്ട് ബഡ്ജറ്റ് പരിപാടികൾ ഞങ്ങളെ വിളിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ചിക്കൻ കറി മേടിക്കാൻ പോയ ജോസിനെയും കാണുന്നില്ല, വരില്ല, എവിടെ പോയെന്നറിയില്ല. ഞങ്ങളിങ്ങനെ ഇരിക്കുക, വരുവടാ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഒളിവിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലോടുന്നത് എന്താ വെച്ചാൽ 1 മാസമാണ് അഹമ്മദ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന സമയം. അപ്പൊ ഞാനിത് പറ്റാവുന്നത്രയും വേഗത്തിൽ ഇതൊന്ന് എഴുതി തീർത്ത് അഹമ്മദ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാലാണ് ഇത് വേണോ വേണ്ടയോ എന്നെങ്കിലും അഹമ്മദ്ക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇത് കൊള്ളൂല, ഇത് ഇഷ്ടമായില്ലെങ്കിൽ അഹമ്മദ്ക്ക് അടുത്തൊരു സാധനം പുതിയതായിട്ട് ഉണ്ടാക്കാനുള്ള ബഫർ അഹമ്മദ്ക്ക് വേണമല്ലോ. അല്ലെങ്കിൽ അഹമ്മദ്ക്കയുടെ സമയം ഞാൻ നഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ലേ. എനിക്ക് ആ ഒരു പ്രഷറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ കാരണം അഹമ്മദ്ക്ക് പണി കിട്ടാൻ പാടില്ല. അപ്പോൾ ഗുഡ് ഓർ ബാഡ് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്ത് വട്ടം എത്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് അഹമ്മദ്ക്ക് ഏൽപ്പിക്കുക. എന്നിട്ട് പുള്ളി തീരുമാനിച്ചോട്ടെ, ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഇനി വേണ്ടെങ്കിൽ ഇനി വേറൊരാളുടെ അടുത്ത് കഥയുണ്ടോ എന്ന് ചോദിക്കാനുള്ള സമയം കൂടെ പുള്ളിക്ക് വേണമല്ലോ. എന്നിട്ട് ആ കഥാകൃത്തിന് കഥ ഉണ്ടാക്കാനുള്ള സമയം കൂടെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഗതികേടിൽ പോയതുകൊണ്ട് തീർന്നു പോയതാണ്. ഏതൊക്കെയോ ഒരു ഒരു സാധ്യതയിലൂടെ അൽഷുമസ് വീണ്ടും 2 കഥകളിലും വരുന്നു. ആലോചിച്ചുണ്ടാക്കിയല്ല, ആലോചനയിൽ വന്നു എപ്പോഴേതൊരു പോയിന്റ് ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ചോദിക്കാനുള്ള കാര്യം, ഈ പോലീസിന്റെ ക്വസ്റ്റ്യനിങ്ങിന്റെ ഒരു രീതി, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നമുക്കൊരു സിനിമയുടെ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ദൃശ്യത്തിലാണ് എന്തിനാണ് പോലീസ് പലപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ കൈ നിന്നിട്ട് നുണ പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ അവരത് കൺഫ്യൂസ് ചെയ്യിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ദൃശ്യത്തിലാണ്. പക്ഷെ ഇവിടെ അതിന്റെ വേറൊരു എക്സ്റ്റന്റ് കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വിഴുങ്ങുന്നുണ്ടെന്നും കൂടി പോലീസുകാരന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ശരിക്കും അത് വായിച്ച് മനസ്സിലാക്കിയത് അതും
തള്ളാണോ, ക്രിയേറ്റിവിറ്റി ആണോ? തള്ളാണ്. അല്ല, ഇതിനകത്ത് ഒന്ന് ഡയലോഗ് പോലീസുകാരെങ്ങനെ സംസാരിക്കുകയായിരിക്കും, എങ്ങനെയാണ് അവരുടെ രീതി എന്നുള്ള രീതിയിൽ റെഫർ ചെയ്യാനോ റെഫറൻസ് എടുക്കാനോ ഒന്നും നോക്കിയിട്ടില്ല. ഞാനോ എനിക്ക് പരിചയമുള്ള അടുത്തറിയുന്ന ആൾക്കാരൊക്കെ പോലീസ് ആയാൽ എങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക, ഓക്കെ, ആ രീതിയിൽ തന്നെ അങ്ങോട്ട് സംസാരിക്കാം എന്നുള്ളത്. പോലീസ് ഒരു ജോലിയിലേക്ക് കയറിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ സ്വിച്ച് ഇട്ട പോലെ പോലീസ് കയറിയ ഉടനെ വേറൊരു രീതിയിൽ വർത്താനം പറയണം എന്നുള്ള രീതി മാൻഡേറ്ററി അല്ലല്ലോ. എല്ലാവരും അങ്ങനെ പറയുന്ന ആൾക്കാരും ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തെ നോബിൾ കുറെയൊക്കെ ഞാനാണ്. ഞാൻ പോലീസായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ നോബിളിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. നോബിൾ പറയുന്ന പല സംഭാഷണങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഐഡിയോളജീസ് ഏകദേശം സെയിം ആണ്. പിന്നെ നോബിൾ മറ്റേ ഷാജുബായി എടുത്ത് പറയുന്ന മറ്റേ ഡയലോഗ്സ് ഉണ്ട്, എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയണം, ടൈപ്പല്ല ഞാൻ, എൻ്റെ മൈൻഡിൽ നിന്ന് ഓടിയെന്ന് വരില്ല എന്ന് പറയും. ഇത് ഞാൻ സിനിമാട്രഫി ചെയ്യാൻ പോകുന്ന വർക്കുകളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ടീം, സിനിമാട്രഫി ടീമിലും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഒരു പ്രശ്നമില്ല, എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ ഓർഡറൊന്നും വരില്ല, നമ്മൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനിടയിൽ നമ്മൾ പലതും വിട്ടുപോകും, മിസ്സായി പോകും, അപ്പോൾ നിങ്ങളത് പറയണം, നമുക്കത് ഒരുമിച്ച് തിരുത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറുള്ള സാധനമാണ് അത് നോബിൾ. അപ്പോൾ നോബിളിൻ്റെ വേറെ ഏതൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒന്ന് രണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഏറ്റവും കട്ടയ്ക്ക് നിൽക്കുക. അതെ അതെ അതെ, റെസ്പെക്ട്. ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത, എനിക്ക് അറിഞ്ഞൂടാത്ത പണിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ സിനിമ റിലേറ്റഡ് അല്ല, റെഗുലർ ലൈഫിൽ അവരുടെ ഏതെങ്കിലും ഒരു ചുമതലപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാത്ത പരിപാടി ആയിരിക്കും, താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ നമ്മൾ ഏൽപ്പിച്ചു തന്നല്ലോ എന്നുള്ളത് കൊണ്ട് അത് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അത് അതൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളാ. അതെ അതെ അതെ. പിന്നെ വീട്ടിൽ ഇപ്പോൾ ആ ഫാമിലി മൊത്തത്തിൽ ഏകദേശം അതിലത്തെ നൂറും ചെയ്ത ക്യാരക്ടറൊക്കെ എൻ്റെ ചിഞ്ചു വൈഫിന്റെ റെസണൻസ് അല്ലല്ല അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞൊരു ഡോഗിന് എനിക്കും വീട്ടിലൊരു സ്പിറ്റ്സ് ഉണ്ട്, വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ വളരുന്നത്. അപ്പോൾ സ്പിറ്റ്സിന് വയ്യാണ്ടാവുമ്പോഴൊക്കെ ഇവൾക്ക് മൂടോട്ടാവും. അപ്പോൾ ഈ പറഞ്ഞൊരു അവൻ ഉച്ചവിട്ടൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സെന്റിമെന്റൽ ആകുന്ന ആളാണ്. അങ്ങനത്തെ ഒത്തിരി പേരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയുന്നത്. പിന്നെ അതിനകത്ത് ജലദോഷം വരുന്ന ആളെൻ്റെ അച്ഛനാണ്. ഞാനും വൈഫും കാട്ടിക്കൂട്ടിയ അക്രമത്തിന്റെ പേരിൽ ബലിയാടായ ആളാണ് അച്ഛൻ. അലർജി, രോമം പ്രശ്നങ്ങൾ, പൾമനോളജിസ്റ്റ് അതൊക്കെ വരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ അച്ഛനും അവളും തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷൻ ആണ് അത്. ഈ പറഞ്ഞാൽ എപ്പോഴും അച്ഛനെന്തോ ശംഖു എന്നാണ് ഡോഗിൻ്റെ പേര്. അപ്പോൾ അച്ഛൻ എന്തോ ആരെടുത്തോ വെരി ബിഗിനിങ് കേട്ടോ, ഇപ്പം 4 വയസ്സായി ഡോഗിന്. അപ്പോൾ വെരി ബിഗിനിങ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കിടയിൽ അച്ഛൻ ആരെടുത്തോ എന്തോ പറയുന്ന സമയത്ത് എന്തോ പട്ടീന്ന് യൂസ് ചെയ്തിട്ട് പറഞ്ഞു. ഉടനെ ചിഞ്ചു പറയും, അച്ഛാ പട്ടിയല്ല എന്താ പറയുക. എന്നിട്ട് ഇത് വേറെ ഏത് പുറത്തുനിന്നുള്ള ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആരെങ്കിലും പട്ടി എന്നിട്ടിട്ട് പറയുമ്പോൾ അച്ഛൻ ഇത് തിരുത്തും, പട്ടിയല്ല ശംഖു എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൽ നോവല്. പട്ടിയല്ല റോബി എന്ന് പറയുന്ന ഡയലോഗൊക്കെ വെച്ചേക്കണേ. അമ്മ ഇന്നലെ ആ സീരീസ് കണ്ടത്. അമ്മ ഇന്ന് രാവിലെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിനെന്തിനാ ഇപ്പൊ സ്റ്റെഫിന്ന് പേരിട്ടെ, പൂജ തന്നെ കിട്ടും. നമ്മുടെ കാര്യം തന്നെയാണല്ലോ അതൊക്കെ പറഞ്ഞു.